എല്ലായിടത്തും കേരളം നമ്പർ 1 ആണെന്ന് പറഞ്ഞു നടക്കാനാണ് പിണറായി വിജയനും കൂട്ടർക്കും ഒക്കെ താല്പര്യം. എന്നാൽ എവിടെയൊക്കെയാണ് ഒന്നാം സ്ഥാനം എന്നത് ആലോചിച്ചാൽ തന്നെ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല. ഇപ്പോൾ വരുന്ന വിവരപ്രകാരം ക്ഷാമബദ്ധ കുടിശ്ശികയുടെ കാര്യത്തിലാണ് കേരളം നമ്പർ 1 ആകുന്നത്. ക്ഷാമബദ്ധ കുടിശ്ശികയില്ലാത്ത സംസ്ഥാനമായി നാഗാലാൻഡ് മാറി. കുടിശ്ശികയായിരുന്ന 2% ക്ഷാമബദ്ധ മെയ് 1 അനുവദിച്ച് ഉത്തരവിറക്കിയതോടെയാണ് നാഗാലാൻഡ് ക്ഷാമബദ്ധ കുടിശ്ശികയില്ലാത്ത സംസ്ഥാനമായി മാറിയത്. 2025 ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന 2% ക്ഷാമബദ്ധയാണ് ജീവനക്കാർക്ക് അനുവദിച്ചത്. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കുടിശ്ശിക ജീവനക്കാരുടെ PF അക്കൗണ്ടിൽ ലയിപ്പിച്ചു. പെൻഷൻകാർക്ക് 2% ക്ഷാമ ആശ്വാസവും നൽകിയിട്ടുണ്ട്. ഇവർക്ക് കുടിശ്ശിക പണമായി നൽകി. ഇതോടെ ക്ഷാമബദ്ധ കുടിശ്ശികയില്ലാത്ത സംസ്ഥാനങ്ങളുടെ എണ്ണം 13 ഉയർന്നു. നാഗാലാൻഡിനെ കൂടാതെ രാജസ്ഥാൻ, ഒഡീഷ, ഗുജറാത്ത്, ഗോവ, ആസാം, ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, തമിഴ്നാട്, അരുണാചൽ പ്രദേശ്, കാശ്മീർ, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളാണ് ക്ഷാമബദ്ധ കുടിശ്ശികയില്ലാത്ത 13 സംസ്ഥാനങ്ങൾ. അതേസമയം രാജ്യത്തെ ക്ഷാമബദ്ധ കുടിശ്ശികയിൽ ഒന്നാം സ്ഥാനം കേരളത്തിലാണ്. 6 ഗഡു ക്ഷാമബദ്ധയാണ് കേരളത്തിൽ കുടിശ്ശിക. 18% കേരളത്തിൽ ക്ഷാമബദ്ധ കുടിശ്ശിക. ക്ഷാമ ആശ്വാസം 18% കുടിശ്ശികയായതോടെ സർവീസ് പെൻഷൻകാർക്ക് ക്ഷാമ ആശ്വാസ കുടിശ്ശിക ഇനത്തിലെ ഒരു വർഷത്തെ നഷ്ടം 24,840 രൂപ മുതൽ 1,80,144 രൂപ വരെയാണ്. പ്രഖ്യാപിച്ച ക്ഷാമബദ്ധയ്ക്ക് കുടിശ്ശിക അനുവദിക്കാത്ത രാജ്യത്തെ ഏക സംസ്ഥാനവും കേരളമാണ്. IAS, IPS, ജുഡീഷ്യൽ ഓഫീസർമാർ, PSC അംഗങ്ങൾ എന്നിവർക്ക് മാത്രമാണ് കേരളത്തിൽ ക്ഷാമബദ്ധ കൃത്യമായി അനുവദിക്കുന്നതും കുടിശ്ശിക പണമായി നൽകുന്നതും. 13 സംസ്ഥാനങ്ങളിൽ ക്ഷാമബദ്ധ കുടിശ്ശിക ഇല്ലാതാവുമ്പോൾ കേരളത്തിന്റെ മാത്രം കുടിശ്ശിക കുന്നുകൂടുന്നത് KN ബാലഗോപാലിന്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ പിടിപ്പുകേടാണെന്നും ധനകാര്യ വിദഗ്ധർ അവകാശപ്പെടുന്നു.